നമ്മുടെ മിന്നൽ മുരളിയിലെ വില്ലനില്ലേ ഗുരു സോമസുന്ദരം അങ്ങേര് ഭയങ്കര ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പടം OTT റിലീസ് ചെയ്യുന്നത്. ബോട്ടിൽ രാധ എന്നാണ് സിനിമയുടെ പേര്. സോ ഇതിൽ രാധ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങേരെ ക്യാരക്ടറിന്റെ പേര് രാധാമണി എന്നാണ്. അതാണ് സംഭവം. ഇതിൽ നമ്മുടെ നായകൻ വന്നിട്ട് ഒരു ടൈല് പണിക്കാരനാണ്, ടൈൽ മേസ്തിരി എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ആൽക്കഹോളിക് അഡിക്റ്റ് ആണ് ഇങ്ങേര്. രാവിലെ മുഖം കഴുകുന്നത് വരെ കള്ളും കുപ്പിയിലാണ്. ഇങ്ങേര് കിട്ടുന്ന പൈസയും കൊണ്ട് കള്ളു കുടിക്കും, സ്ട്രെസ് വന്നാൽ കള്ളു കുടിക്കും. അത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ച പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സീൽ വെച്ച കുപ്പി പൊട്ടിച്ചു കുടിക്കും. ഇങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു ആക്ട്രസ് ഉണ്ട്, അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. അവർക്കാണ് വെച്ചാൽ ഇങ്ങേരെ കള്ളു കുടിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങേരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടിരിക്കുകയാണ്. മാലയൊക്കെ പണയം വെച്ചിട്ട് വണ്ടി മേടിച്ചു കൊടുക്കും. ഇങ്ങേരെ കള്ളു കുടിച്ചിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് വരും. ഇങ്ങേരെയാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് പോകാനും പറ്റില്ല, ഇഷ്ടമുണ്ട്. അങ്ങനെ ഇങ്ങേരെ പിടിച്ചിട്ട് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കുകയാണ്. പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളി പടം. സോ ഈ പെർഫോമൻസ് ബേസ്ഡ് മൂവീസ് ആണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ വെച്ചാൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടം എന്നേ ഞാൻ പറയുള്ളൂ. ഐ റിപ്പീറ്റ്, പെർഫോമൻസ് ബേസ്ഡ്. ഈ ആൽക്കഹോളിക് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചാൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ബേസിക്കലി എനിക്ക് അതായിട്ട് ഒന്നും അറിയില്ല. സോ എനിക്ക് അത്ര വർക്ക് ആയില്ല പറയാം. കാരണം ഈ സിനിമയിൽ ചില ഭാഗത്ത് ലൈഫ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. നമ്മള് ജയസൂര്യയുടെ വെള്ളം, അതേപോലെ തന്നെ ലാലേട്ടന്റെ സ്പിരിറ്റ് ഒക്കെ കണ്ടിട്ടില്ല. ഇതിന്റെ മാക്സിമം ഇന്റൻസിറ്റി ഈ ആൽക്കഹോളിക് ആയതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള മാക്സിമം ലെവല് കാണിച്ചെന്ന സിനിമയാണ് ആ രണ്ടെണ്ണം. അപ്പൊ അത് കണ്ട ഒരാൾക്ക് ഇത് കാണുമ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ല. കുറച്ചും കൂടി കോമഡി ആ ഒരു രീതിയിൽ എടുത്ത സിനിമയാണ്. ഇപ്പൊ നമ്മൾ വെള്ളം സ്പിരിറ്റ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടും ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ മാക്സിമം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന സിനിമയാണെങ്കിൽ കുറെ കോമഡി ആയിട്ടും പിന്നെ അത്യാവശ്യം ഇമോഷണൽ കണക്ഷൻ ഒക്കെ തരുന്ന സിനിമയാണ്. ഇങ്ങനെ ഭാര്യയുടെ ക്യാരക്ടർ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. പക്ഷെ ഇങ്ങേര് കാണിക്കുമ്പോൾ നമുക്ക് അത്ര കണക്ഷൻ കിട്ടില്ല. അത് മൂപ്പരുടെ കുറ്റമല്ല, ഗുരു സോമസുന്ദരൊക്കെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, എവിടെയൊക്കെ ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഇല്ലാത്ത പോലെ തോന്നി. കുറെ സീൻസ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങേര് ഇവിടുന്ന് ചാടും, എന്നിട്ട് ഭാര്യയുടെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കും, വീണ്ടും കള്ളു കുടിക്കും, ഇങ്ങേരെ ഭാര്യ ഇറങ്ങിപ്പോവും, വീണ്ടും കള്ളു കുടിക്കും. കാണുമ്പോൾ നമുക്ക് ആ ഒരു ലൈഫ് കിട്ടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടോണ്ടായിരിക്കും. സോ ആഹേലാണ് സിനിമ റിലീസ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതേപോലെ തന്നെ ഇതിൽ മറ്റേ നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടൻ ഒരാളുടെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് എന്റെ പിള്ളേരെ തൊടുന്നതാ ചോദിക്കുന്നില്ലേ, അങ്ങേരെയാണ് ഇതിൽ ഡി അഡിക്ഷൻ സെന്റർ. അങ്ങേര് അടിപൊളി പെർഫോമൻസ് തന്നെ ആയിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഗുരു സോമസുന്ദരം പറഞ്ഞ ആക്ടർ ഒരുവിധം എല്ലാവരും അറിയാൻ കാരണം മിന്നൽ മുരളിയിലെ വില്ലൻ റോളാണ്. അതിനുശേഷം ഇങ്ങേർക്ക് കുറെ മലയാള സിനിമ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം പന്ന പടങ്ങളാണെന്ന് പറഞ്ഞു. കിട്ടിലൻ ആക്ടറെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ബറോസിലുണ്ട് ഇങ്ങേര് ഒന്നിനും കൊള്ളാത്ത റോൾ. പിന്നെ അതിനുശേഷം ഹർ സിനിമയിൽ ഇങ്ങേർക്ക് റോൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറിന്റെ. അതായത് ഐശ്വര്യ രാജേഷിന്റെ സാരിയിൽ എന്തോ പുളി ഉറുമ്പ് കയറുമ്പോൾ സാരി പൊന്തിക്കുമ്പോൾ അത് നോക്കിയിട്ട് മൂഡാവുന്ന ഒരു ക്യാരക്ടറെ പോലെയാണ് അങ്ങേരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഊള ക്യാരക്ടർ. ഈവൻ പ്രോപ്പർ ആയിട്ട് ഡയലോഗ് പോലും ഇല്ല അങ്ങേർക്ക്. ഇങ്ങേര് എന്തിനാ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കിട്ടിലൻ ഒരു ക്ലാസിക് ആക്ടറാണ് ആൻഡ് ഹി ഈസ് ഡൂയിങ് സച്ച് സ്റ്റുപ്പിഡ് റോൾസ്.